ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. മലയാള സിനിമയിലെ നായികക്കല്ലിലൊന്നായി മാറിയ ചിത്രമാണ് ദൃശ്യം. സാധാരണ ഫാമിലി ചിത്രം എന്ന നിലയിൽ തിയേറ്ററുകളിലെത്തി ചരിത്ര വിജയം സ്വന്തമാക്കിയ ദൃശ്യം മലയാളത്തിലെ ആദ്യത്തെ 50 കോടി കളക്ഷൻ സ്വന്തമാക്കിയ സിനിമയായി മാറി. 6-ലധികം ഭാഷകളിൽ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. കോവിഡ് കാലത്ത് പുറത്തിറങ്ങിയ രണ്ടാം ഭാഗം ഇന്ത്യയൊട്ടുക്കും സംസാര വിഷയമായി മാറി. ചിത്രത്തിന്റെ 3-ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് കഴിഞ്ഞ വർഷം അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ മലയാളം വേർഷന് മുന്നേ ഹിന്ദി പതിപ്പ് തിയേറ്ററിലെത്തുമെന്നാണ് പുതിയ വാർത്ത. മലയാളം വേർഷന് മുന്നേ ഹിന്ദി പതിപ്പ് തിയേറ്ററിലെത്തുമെന്നാണ് പുതിയ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ചിത്രത്തിന്റെ റീമേക്ക് റൈറ്റ് സ്വന്തമാക്കിയ പനോരമ സ്റ്റുഡിയോസ് പങ്കുവെച്ച കുറിപ്പിന് പിന്നാലെയാണ് ദൃശ്യം 3 സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് വീണ്ടും. എന്നാൽ ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റിലാകില്ല ഹിന്ദി പതിപ്പ് ഒരുങ്ങുകയെന്നാണ് റൂമറുകൾ. ആദ്യ 2 ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ വൻ വിജയമായപ്പോഴും റീമേക്ക് എന്ന പേര് കേട്ടിരുന്നു. അതിനാൽ ഇത്തവണ ഒറിജിനൽ സ്ക്രിപ്റ്റിലാണ് ചിത്രം ഒരുങ്ങുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബോളിവുഡ് സിനിമാ പേജുകൾ ഇതിനോടകം ദൃശ്യം 3 ഏറ്റെടുത്തു കഴിഞ്ഞു. അതേസമയം തന്റെ പുതിയ ചിത്രമായ വലതുവശത്തെ കള്ളന്റെ തിരക്കിലാണ് ജിത്തു ജോസഫ്. മിജു മേനോൻ, ജോർജ് ജോർജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ആസിഫ് അലി നായകനായ മിറാജ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. ഈ 2 സിനിമകൾക്കും ശേഷമാകും ജിത്തു ജോസഫ് ദൃശ്യം 3യിലേക്ക് കടക്കുക. അതിനു മുന്നേ ജിത്തു ജോസഫ് മോഹൻലാലിനെ തന്നെ നായകനാക്കി മറ്റൊരു ചിത്രം കൂടിയും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നേര് എന്ന ചിത്രത്തിന്റെ 2-ാം ഭാഗമാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ദൃശ്യം 3ക്ക് മുന്നേ നേര് 2-ാം ഭാഗം തിയേറ്ററുകളിലെത്തും. അജയ് ദേവ്ഗൺ ആകട്ടെ ബോക്സ് ഓഫീസിൽ അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ തുടരുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സിംഗം ഐഗൺ, ഒറോൺ മോം, കഹാന്ത എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഈ വർഷം പുറത്തിറങ്ങിയ റൈഡ് 2 മികച്ച റിപ്പോർട്ട് ലഭിച്ചിട്ടും പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കിയില്ല. ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ബോളിവുഡ് സിനിമയേക്കാൾ മികച്ചു നിൽക്കുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമകളാണ്. അതിൽ പ്രത്യേകിച്ചും മലയാള സിനിമകൾക്ക് നല്ല അഭിപ്രായം ലഭിക്കുന്നുണ്ട്. മറ്റ് കന്നഡ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ വമ്പൻ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യം 2 റിലീസ് ചെയ്തത് മുതൽ ആരാധകരുടെ ചോദ്യമായിരുന്നു ദൃശ്യം 3 എപ്പോൾ സംഭവിക്കുമെന്ന്. അന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒരു വ്യക്തതയും വരുത്തിയില്ല. എന്നാൽ പിന്നീട് ഈ അടുത്തായി ചിത്രം സംഭവിക്കുമെന്ന് അണിയറ പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയിലാണ്. ദൃശ്യം 3 ഒരുപക്ഷെ ഈ സീരീസിന്റെ അവസാന ഭാഗമാകും. ദൃശ്യം ചിത്രം പല ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴിലും ഹിന്ദിയിലും ചൈനീസ് ഭാഷയിലടക്കം റീമേക്ക് ചെയ്തു. അതിൽ ഏത് ചിത്രമാണ് മികച്ചു നിൽക്കുന്നത്? മലയാളം ചിത്രം തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സിനിമാ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും